ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാലിനെ കരസേന ആദരിച്ചു. കരസേനാ മേധാവിയുമായി മോഹൻലാൽ കൂടിക്കാഴ്ച നടത്തി. ചെറുപ്പക്കാരെ സൈന്യത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുമെന്ന് മോഹൻലാൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഒരു നല്ല മീറ്റിംഗ് ആയിരുന്നു. ആർമിയുടെ കയ്യിൽ നിന്നൊരു ചീഫിൻ്റെ കയ്യിൽ നിന്നൊരു കമൻഡേഷൻ, ഒരു ഓണർ, ഇറ്റ്സ് ലൈക്ക് എൻ ഓണർ. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡും അതിന് വൺ ഓഫ് ദ റീസൺസ് ആണ്. പിന്നെ 16 ഇയേഴ്സായി ഞാൻ ടി എ ബറ്റാലിയനിൽ ചേർന്നിട്ട്. ആൻഡ് വി ഹാവ് ഡൺ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പബ്ലിക്കിന് അറിയാവുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് എങ്ങനെ ടി എ പ്രൊമോട്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങളായിരുന്നു. സോ കുറേ പ്ലാൻസ് ആൻഡ് വി ഹാവ് ലോട്ട് ഓഫ് പ്ലാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ഇറ്റ് വിൽ ടേക്ക് സം ടൈം, ബട്ട് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ സിറ്റിസൺ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ പാർട്ടിസിപ്പേഷനും കൂടെ how we can include it in TA battalion എന്നുള്ള കാര്യമായിരുന്നു. It's a project, so it will take some time. We had a good lunch also. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, എവിടെ വെച്ചായിരുന്നു കരസേനാ മേധാവിയുമായുള്ള മോഹൻലാലിന്റെ കൂടിക്കാഴ്ച? ദിവ്യ, ഡൽഹിയിലെത്തിയാണ് മോഹൻലാൽ കരസേനാ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഫാൽക്കെ പുരസ്കാരം അടക്കം ലഭിച്ചതിന്റെ നിറവിലാണ് മോഹൻലാൽ ഉള്ളത്. അതിൽ തന്നെയാണ് ഒരു ആദരവ് ഇപ്പോൾ മോഹൻലാലിന് കരസേനയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്നത്. കരസേനാ മേധാവിയായ ഉപേന്ദ്ര ത്രിവേദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അതുപോലെ തന്നെ വരും കാലങ്ങളിലുള്ള ചില പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്തതുമായിട്ടാണ് മോഹൻലാൽ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. 16 വർഷമായി താൻ സൈന്യത്തിലുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ തനിക്ക് ചെയ്യാനുണ്ട് എന്നതാണ് മോഹൻലാൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറുപ്പക്കാരെ കൂടുതൽ സൈന്യത്തിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ അത് സൈന്യം ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളിൽ താനും പങ്കാളിയാകുമെന്നതാണ് മോഹൻലാൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിന് സമയമെടുക്കും, പക്ഷേ ഫലപ്രദമായി അത് നടപ്പിലാക്കാൻ സാധിക്കുമെന്നതാണ് മോഹൻലാൽ, മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് അദ്ദേഹം കരസേനയുടെ ആദരവ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം വലിയ രീതിയിൽ അഭിമാനമായിരുന്നു മലയാളികൾക്ക്. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം കേരളത്തിലേക്ക് എത്തിച്ച രണ്ടാമത്തെ മലയാളിയായി മോഹൻലാൽ മാറിയിരുന്നു. കഴിഞ്ഞ മാസമാണ് അദ്ദേഹം ഈ പുരസ്കാരം ഏറ്റുവാങ്ങുകയും പിന്നീട് സംസ്ഥാനത്തിന്റെ അടക്കം ആദരവ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഇപ്പോൾ കരസേനയുടെ കൂടി ആദരവ് മോഹൻലാലിന് ലഭിച്ചിരിക്കുകയാണ്. ഫാൽക്കെ പുരസ്കാര നേട്ടത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കരസേനയുടെ ആദരം കൂടി മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് PR അരവിന്ദ് നൽകിയത്.